ഹലോ. അപ്പം ഇന്ന് ഡേ 1 ഓഫ് റമലാനാണ്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ അത്താഴത്തിൻ്റെ സമയത്ത് എടുത്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത്താഴമൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഇപ്പം ആക്ച്വലി ഞാൻ ഓഫീസിലേക്കൊക്കെ പോയി. എനിക്കതൊക്കെ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും നമുക്ക് ഇപ്പോഴെങ്കിലും തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. പിന്നെ ഇല്ലേ, എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ എനിക്ക് എല്ലാ തലനോമ്പിനും എനിക്ക് പുതിയ ഡ്രസ്സ് എടുത്തു തരും. അപ്പോൾ അതേപോലെ എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ എടുത്തു തന്നിട്ടുണ്ട് തലനോമ്പിന് ഇടാനായിട്ട്. അപ്പോൾ ഫ്രഷായി ആ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ മറ്റേ സ്നാക്സിൻ്റെ ഒക്കെ ഞാൻ ഓൾറെഡി പ്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കറി ഐറ്റംസൊക്കെ ഈ പകൽ തന്നെ ഉണ്ടാക്കി വെക്കാൻ ഓർത്തു. ഇനി ഫസ്റ്റ് നോമ്പായി കുറച്ചു നേരം കഴിഞ്ഞ് ഇനി വയ്യാതെ ആവണേന്നുണ്ടെങ്കിൽ എനർജി ഉണ്ടാവില്ല ഉണ്ടാക്കാൻ. അപ്പം ഞാൻ ഓർത്ത് നേരത്തെ ഉണ്ടാക്കി വെക്കാം. അപ്പം കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ നമുക്ക്. അങ്ങനെ ഞാൻ ഇപ്പോൾ വിചാരിച്ചേക്കാം. പിന്നെ എന്നെ ഇപ്പം തന്നെ വരും, ഒരു 2 to 2:30 ഒക്കെ ആകുമ്പോഴേക്കും എന്നെ എത്തും. അപ്പം എനിക്ക് എന്നെയും കാണിക്കും വീഡിയോയിൽ. അപ്പോൾ കുളിച്ച് ഫ്രഷായി നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണാം. അങ്ങനെ ഫ്രഷൊക്കെ ആയി, ഡ്രസ്സൊക്കെ മാറി, നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് കയറിയിരിക്കണേന് നമുക്കങ്ങനെ അധികമൊന്നും ഉണ്ടാക്കാനില്ല. ജസ്റ്റ് നോമ്പുറക്കുമ്പോഴത്തേക്കുള്ള ഫ്രൂട്ട്സ്, സ്നാക്സ്, ചായ, വെള്ളം അതൊക്കെ ഉള്ളൂ. പിന്നെ ഡിന്നറിന് നമുക്ക് ഇടിയപ്പവും ബീഫ് കറിയും തേങ്ങാപ്പാലുമാണ്. ഇടിയപ്പം ഫ്രോസൺ ആണ്, പിന്നെ ബീഫ് കറി മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. പിന്നെ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ഷോർട്സിലായിരിക്കും ഇടണ്ടാവുക. അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് തന്നെ ബീഫ് കറിക്കുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഈ ഇറച്ചിയൊക്കെ കട്ട് ചെയ്യണത് നന്നെയുള്ളപ്പോൾ നന്നെയാണ് എനിക്ക് ചെയ്ത് തന്നെ. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇറച്ചി കട്ട് ചെയ്യണം. ബട്ട് സ്റ്റിൽ ഐ മാനേജ്ഡ് ഇറ്റ്. അങ്ങനെ ബീഫൊക്കെ ക്ലീനായി എൻ്റെ ബാക്കി പണികൾ ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും എൻ്റെ നന്നെ എത്തി. റമലാൻ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നന്നക്ക് ഇപ്പോൾ 6 hours വർക്കിംഗ് ഉള്ളൂ. 2 മണി 2:30 ആകുമ്പോഴേക്കും നന്ന വീട്ടിലേക്ക് എത്തും. അങ്ങനെ നന്ന വന്ന് ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ മാറിയിട്ട് എൻ്റെ ഒപ്പം കിച്ചണിൽ ജോയിൻ ചെയ്ത്. എന്നെ സംബന്ധിച്ച് ഞാൻ വീട് വിട്ട് നിൽക്കണ ആദ്യത്തെ നോമ്പാണ്. എല്ലാവരും കൂടിയിട്ടുള്ള നാട്ടിലെ നോമ്പ് അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അങ്ങനെ കറിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ കറിയുടെ വീഡിയോ ഷോർട്സ് ആയിട്ട് എടുത്തതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ അത് ഡിലീറ്റ് ആയി പോയി ഗൈസ്. അങ്ങനെ നമ്മുടെ കറിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരമായി കറിയൊക്കെ ഉണ്ടാക്കി വേണ്ടിയിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 4 മണി ആവാനായി. ഇവിടെ 5-5:30 ആകുമ്പോഴേക്കും ബാങ്ക് കൊടുക്കും. അപ്പം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. കറിയുടെ പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് തന്നെ എന്നെ കുറച്ചു നേരം പോയി കിടന്ന്. അപ്പം ഞാൻ കിച്ചണിൽ കയറിയപ്പോൾ ഞാൻ എണീറ്റ് വരുന്നത് ഞാൻ വിചാരിച്ചില്ല. അതാണ് നെട്ടിയ ഭാവമൊക്കെ. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നോമ്പായതുകൊണ്ട് തന്നെ എനിക്കിതെല്ലാം ഒറ്റക്കം ചെയ്ത് ശീലമില്ല എന്നുള്ളത് നന്നക്ക് നല്ലപോലെ അറിയാം. അപ്പം നന്നയും കൂടെ എൻ്റെ ഒപ്പം ഫുൾ ഹെൽപ്പിനുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ പോയത്. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ഒരു കുഞ്ഞു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിലാണ്. കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസ് ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് കൗണ്ടർ ടോപ്പ് കുറവാണ്. അതുകൊണ്ട് തന്നെ നന്ന ഫ്രൂട്ട്സ് കഴുകിയിട്ട് അപ്പുറം പോയിട്ടാണ് കട്ട് ചെയ്യാൻ പോണത്. അപ്പുറം പോയി കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നന്നക്ക് എന്തെങ്കിലും കുഞ്ഞു ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിലേക്ക് വരേണ്ടി വരും. അങ്ങനെ തന്നെ ഫ്രൂട്ട്സ് കട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജ്യൂസിനുള്ള കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മ ഇന്ന് അടിക്കാൻ പോകുന്നത് ഷമാം ജ്യൂസ് ആണ്. പിന്നില്ലേ നന്ന ഫ്രൂട്ട്സ് കട്ട് ചെയ്യണത് സോഫയിൽ ഇരുന്നിട്ടാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ടേബിളില്ല. ടേബിൾ ആക്ച്വലി നോമ്പിന് മുന്നേ ബുക്ക് ചെയ്ത്, പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. ഇതില്ലേ നമുക്കിവിടെ ലുലുവിൽ കിട്ടണ അപ്പം ബാറ്ററാണ്. ഇത് ഫെർമെന്റഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വീർത്തിരിക്കണത്. പക്ഷേ ഇല്ലേ നല്ല സൂപ്പർ സോഫ്റ്റ് പാലപ്പം. ഞാൻ ഇല്ലേ ചുടുമ്പോ കാണിച്ചു തരാട്ടെ. പിന്നില്ലേ ഈ അപ്പം ചുടുന്നതിന് 10-15 മിനിറ്റ് മുന്നേ ഈ ബാറ്റർ പുറത്തെടുത്ത് വെക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പത്ത് ചുടുമ്പോ അതിങ്ങനെ സോഫ്റ്റ് ആവില്ല. അങ്ങനെ ഞാൻ കടി ഉണ്ടാക്കുന്ന പരിപാടിയും തുടങ്ങി, നന്ന വെള്ളപ്പം ഉണ്ടാക്കുന്ന പരിപാടിയും തുടങ്ങി. ബാങ്ക് കൊടുക്കാൻ സമയം ആയിക്കൊണ്ടിരിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്നാണ് എല്ലാ പണിയും തീർത്തത്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, വെള്ളപ്പം മാവ് ചുടുമ്പോ ഞാൻ കാണിച്ചു തരാം. നല്ല ഫെർമെന്റഡ് ആണ്, നല്ല സോഫ്റ്റ് ആണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എല്ലായിടത്തും ഇത് ചെയ്യുമോയെന്നറിയില്ല. പക്ഷെ ഞങ്ങൾ കൊച്ചിക്കാർക്ക് സ്നാക്സ് കഴിക്കുമ്പോൾ അല്ലെ കട്ട്ലറ്റ്, സമൂസയൊക്കെ കഴിക്കുമ്പോൾ കൂടെ വെള്ളപ്പം കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി എൻ്റെ നന്നാക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ അപ്പം ബാറ്ററൊക്കെ വാങ്ങിയത്. നന്ന വെള്ളപ്പം ചുണ്ടോന്ന് നോക്കി നിന്നിട്ട് അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് എൻ്റെ സമൂസയെ കട്ടിയിട്ട് ഒന്ന് കരിഞ്ഞു പോയി. അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കണേ.
അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് അൽഹംദുലില്ലാ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റത്തെ നോമ്പ് തുറന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിലത്തിരുന്ന് കഴിക്കാനുള്ള റീസൺ നമുക്കിപ്പോൾ ടേബിൾ കിട്ടാത്തതുകൊണ്ടാണ്. ബട്ട് സ്റ്റിൽ അൽഹംദുലില്ലാ വി ആർ ദ ഹാപ്പിയസ്റ്റ്. അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് നിസ്കാരമൊക്കെ കഴിഞ്ഞെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫുള്ളി ടയേർഡായിപ്പോയി ഫസ്റ്റത്തെ നോമ്പായതുകൊണ്ട്. എനിക്ക് ഇടിയപ്പോൾ ഇറച്ചിക്കറിയും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കുന്ന വീഡിയോ എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായി. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ബട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെയും ബൈ.